മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നതാണ്. 34-ാമത്തെ സങ്കീർത്തനമാണത്. 22 വചനങ്ങളുള്ള ഒരു നീണ്ട സങ്കീർത്തനമാണ്. കർത്താവിനെ കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്യുക എന്നതാണ് അതിനകത്ത് ഉള്ള പ്രധാന വിഷയം. കർത്താവിനെ ഞാൻ പുകഴ്ത്തുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ദൈവസ്തുതികളാണ് നിരന്തരം എൻ്റെ അധരങ്ങളിൽ എന്നാരംഭിക്കുന്ന സങ്കീർത്തനം കൃതജ്ഞതാ പ്രകാശനമാണ്. ദൈവ സ്നേഹത്തിൻ്റെ ഒരു പ്രകാശനമാണ്. സമ്പൂർണമായിട്ടുള്ള ഒരു സമർപ്പണത്തിൻ്റെ എല്ലായ്പ്പോഴും നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ്. ദൈവം കഷ്ടതകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, വരാനുള്ള ദൈവകൃപയ്ക്ക് മുൻകൂട്ടി ദൈവസ്തുതികൾ സമർപ്പിക്കുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ. കർത്താവിൻ്റെ രക്ഷയുടെ നന്മ അനുഭവിച്ച് അത് അനുഭവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവര് എന്തൊക്കെ ചെയ്യണമെന്ന് 2-ാം ഭാഗം സങ്കീർത്തകൻ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ലഭിക്കുന്ന ഉപദേശം സ്വീകരിക്കണം. കർത്താവിനോടുള്ള സാമീപ്യവും അതിന് ആധാരമായിട്ട് നിൽക്കുന്നു. തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുക എന്നുള്ളതാണ് നീതിമാന്റെ ലക്ഷണം. ദൈവമായ കർത്താവെ, ജീവിതത്തിന്റെ ഭാരിച്ച ക്ലേശങ്ങളിൽ അങ്ങേ നിരന്തരം കാണാനും അവിടുത്തെ കൽപ്പനകളുടെ മാർഗത്തിൽ സഞ്ചരിക്കാനും എന്നെ ശക്തനാക്കണമേ, പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ നിരന്തരം പുകഴ്ത്തുന്നതിനും ദൈവ അഭിഷ്ടമനുസരിച്ച് ജീവിക്കുന്നതിനും എന്നെ ശക്തനാക്കണമേ എന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിൽ ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.